ഇന്ന് ജൂൺ 5, 2026. കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ബദരി അമ്പലത്തിൽ കയറി തൊഴുതു, റാവൽജിയെ കണ്ടു, നമസ്കരിച്ചു. മന വില്ലേജിൽ പോയി വ്യാസഗുഹ കണ്ടു, ഗണേശ് ഗുഹ കണ്ടു, സരസ്വതി നദി കണ്ടു, ഭീംപൂൽ കണ്ടു, സ്വർഗാരോഹിണിയിലേക്കുള്ള വഴി കണ്ടു. എല്ലാം കേമായി. വിചാരിച്ചതും അതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ കാണാൻ പറ്റി, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഇന്ന് തിരിച്ച് പോരുകയാണ്. ഋഷികേശിലേക്ക് പോരുകയാണ്. അപ്പോൾ ഇന്നലെ മിസ് രാജോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് സാധാരണ പോലെ തന്നെ നമുക്ക് രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. രാവിലെ 6 മണിയായപ്പോഴേക്കും ഞങ്ങൾ റെഡി, 5:45 എല്ലാം റെഡിയായി. ഇന്നലത്തെ പോലെ തന്നെ ഇന്ന് രാവിലെ 3:30 ഞാനൊരു അലാം വെച്ചിരുന്നു. അലാം വെച്ച് 3:30 എണീറ്റു. അപ്പോൾ അച്ഛനെ എണീറ്റു, അമ്മ എണീറ്റു. ഞങ്ങൾ 3 ആളും കൂടിയിട്ട് ഇന്ന് രാവിലെ മണിയടിച്ച് അമ്പലം തുറക്കുന്നതും അതിൽ സുപ്രഭാതം ചെല്ലുന്നതും അതേപോലെ സഹസ്രനാമം ചെല്ലണതും ഒക്കെ കൂടെ ഇരുന്ന് കേട്ടു. സഹസ്രനാമം കൂടെ ചെല്ലി അത് കഴിഞ്ഞിട്ട് ഒരു 4:15 വീണ്ടും കിടന്നുറങ്ങി. പിന്നെയും ഞാൻ പിന്നെ ഒരു 5:15 ഒക്കെ ആയപ്പോഴേക്കും ഞാൻ നീട്ടു. എല്ലാവരും നീട്ടു. ഞങ്ങൾ 3 ആളും 5:30 ആയപ്പോഴേക്കും നീട്ടു. അമ്മയ്ക്ക് ചെറിയൊരു ജലദോഷമുണ്ട്, തണുപ്പിൻ്റെയാണ് തോന്നുന്നുണ്ട്. പിന്നെ ഇന്നലെ കുറേ നടന്നല്ലോ, മന വില്ലേജിലേക്കും അത്യാവശ്യം നല്ലോണം നടന്നുണ്ട്. അപ്പോൾ നടന്നാലും ഒരു വയ്യായ്മ വേറില്ല, ജലദോഷമുണ്ട് നല്ലാണ്ട്. അതെന്തായാലും നല്ലൊരു കാര്യമായി. അപ്പോൾ വേറൊന്നും ഇല്ല, ജലദോഷം വന്നത് നന്നായി എന്നല്ല, വേറൊന്നും ഇല്ലാതിരുന്നത് നന്നായി. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും 6 മണിയായപ്പോഴേക്കും ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. രാവിലെ ഒരു 5:15 നീട്ടിട്ട് ഓരോ കാപ്പി ഉണ്ടാക്കി. ഇന്നലെ രാത്രി ഇവിടുന്ന് കാപ്പിപ്പൊടി പഞ്ചസാര മേടിച്ചിരുന്നു. പഞ്ചസാരയല്ല, കാപ്പിപ്പൊടി മാത്രം മേടിച്ചിരുന്നു. പഞ്ചസാര നേരത്തെ ഉണ്ടായിരുന്നു, ഋഷികേശിന് നേരത്തെ മേടിച്ച പഞ്ചസാരയുടെ പാക്കറ്റ് ഇപ്പോൾ കയ്യിലുണ്ട്. അത് വെച്ചു കാപ്പി ഉണ്ടാക്കി. ഞങ്ങൾ 3 ആളും കാപ്പി കുടിച്ചു. അത് കഴിഞ്ഞ് 6 മണിക്ക് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇപ്പം എന്താ, നമുക്ക് അത്യാവശ്യം പരിചയമുള്ള വഴി എന്നുള്ള രീതിയിൽ താഴത്തേക്ക് പോന്നു. അത് കഴിഞ്ഞ് ഏതാണ്ട് ജോഷിമഠല്ല, വിഷ്ണുപ്രയാഗ് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കൈലാഷിൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ കയറി. അവിടെ അച്ഛനും അമ്മയും മറ്റേ വെജ് സാൻഡ്വിച്ച് കഴിച്ചു. ഞാനും ഇങ്ങേരും മിശ്രാജിയും ഓരോ ആലു പൊറോട്ട കഴിച്ചു. കഴിഞ്ഞ് പിന്നെയും താഴത്തേക്ക് പോന്നു. താഴത്തേക്ക് പോന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഉച്ചയായപ്പോൾ ഒരു 2 മണിയായപ്പോൾ രുദ്രപ്രയാഗിൻ്റെ കുറച്ച് മുമ്പായിട്ട് ഞങ്ങൾ ഒരു ഹോട്ടലിൽ നിന്ന്, ഹോട്ടലിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, അത്യാവശ്യം നല്ല ഹോട്ടലായിരുന്നു. അതിൽ ഊണ് കഴിച്ചു. ഒരു വെജ് പുലാവും ഒരു കേർഡ് റൈസും കഴിച്ചു. അവിടെ മിശ്രാജി ഒരു ചില്ലി പൊട്ടറ്റോ കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ പോന്നു. ഋഷികേശിൻ്റെ ഒരു 10-15 കിലോമീറ്റർ മുമ്പേ ഭീകര ബ്ലോക്ക്, ഒരു രക്ഷയില്ലാത്ത ബ്ലോക്ക് അതിൽ ഒരു രക്ഷയില്ലാത്തത്. അപ്പോൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ 3 കിലോമീറ്ററും കൂടിയേ ഉള്ളൂ ഋഷികേശിലേക്കല്ല, ഈ തപോവൻ ഞാൻ ബുക്ക് ചെയ്ത റൂമിലേക്ക് 3.4 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ 1.25 മണിക്കൂറാണ് കാണിക്കുന്നത്. അത്ര വലിയ ബ്ലോക്കാണ്. ഇന്ന് ഇങ്ങനെ പോവുക. ഒരു തരത്തിലുള്ള സിവിക് സെൻസ് ഇല്ലാത്ത കുറേ ആൾക്കാരാണ് ഇവിടെ ഉള്ള ആൾക്കാർ. ഒരു ക്യൂ ആണെന്നുണ്ടെങ്കിൽ ആ ക്യൂവിനെ മറിച്ച് അങ്ങോട്ട് പോവുക. പ്രത്യേകിച്ചും ഈ ജീപ്പുകാർ, ഈ അഡ്വഞ്ചർ ഇതായിട്ട് ഈ റിവർ റാഫ്റ്റിംഗ് ഒക്കെ ഉണ്ട്. വരണ വഴിക്ക് കുറേ റിവർ റാഫ്റ്റിങ്ങിൻ്റെ സ്ഥലങ്ങൾ, ഈ ശിവപുരി എന്നുള്ള സ്ഥലത്ത് അവിടുന്ന് ആളുകളെ കയറ്റാനായിട്ട് യാതൊരു നാണമില്ലാണ്ട് ഓവർടേക്ക് ചെയ്ത് മറ്റേ സൈഡിൽ പോയിട്ട് ബാക്കിയുള്ളവരൊക്കെ വെയിറ്റ് ചെയ്യുന്നുള്ളതും ഒരു ഇതുമില്ല, അങ്ങനെ പോകണം. അതിൻ്റെ പിന്നാലെ വേറെ കുറേ ആൾക്കാർ അത് കണ്ടിട്ട് അതിൻ്റെ പിന്നാലെ പോകുന്ന ആൾക്കാർ സാധാരണ വണ്ടി ഇട്ടിട്ട്. എന്തായാലും 5:15 ഞങ്ങൾ ബ്ലോക്കിൽ നിന്നിറങ്ങിയിട്ട് 6:45 ഈ ഒരു 3 കിലോമീറ്റർ കവർ ചെയ്ത് അവിടെ എത്താൻ. അപ്പം ഈ ഒരു ഹോട്ടലിലേക്ക്, ഇത് മിശ്രാജിയുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഹോട്ടലാണ്. അപ്പോൾ എന്തായാലും അവിടെ പോയി അവിടെ ചെക്ക് ഇൻ ചെയ്തപ്പോൾ വൃത്തിയായിട്ടൊരു ഹോട്ടലായിരുന്നു. ഈ പറഞ്ഞ ഒരു ഫോട്ടോയിൽ കാണുന്നതായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു ഹോട്ടൽ. AC വർക്ക് ചെയ്യുന്നില്ല, ഫോൺ വർക്ക് ചെയ്യുന്നില്ല, ടവലില്ല, ഇതൊന്നുമില്ല. ഞാൻ താഴത്ത് പോയിട്ട് അത്യാവശ്യം ഒന്ന് ചീത്ത പറഞ്ഞൊരു എന്ത് ഹോട്ടലത്, ഇതൊന്നും വർക്കില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ആൾക്കാർ ഓടി വന്നു, ടവലെടുത്ത് വന്നു. ഫോൺ നേരെയൊക്കെ നോക്കി, പറ്റിയില്ല. AC എന്തോ റീസെറ്റ് ചെയ്തപ്പോൾ പിന്നെ AC വർക്ക് ചെയ്ത് തുടങ്ങി. എന്തായാലും അത്യാവശ്യം മോശമായിട്ടുള്ളൊരു ഹോട്ടൽ തന്നെയായിരുന്നു ഇത്. എന്തായാലും കിടന്നുറങ്ങി. രാത്രി ഊണ് കഴിക്കാനായിട്ട് ഒന്ന് പുറത്തേക്ക് പോയി, എന്നിട്ട് കിടന്നുറങ്ങി. ഇന്ന് രാവിലെ പ്രത്യേകിച്ചൊന്നുമില്ല ചെയ്യാൻ. അപ്പോൾ പിന്നെ ഒന്ന് രാവിലെ 8 മണിക്ക് കാപ്പിടിക്കാനായിട്ട് ഇറങ്ങി. ഇന്നലെ രാത്രി ഡിന്നർ കഴിച്ച് ശ്രീരാം ധാബ എന്ന് പറഞ്ഞൊരു ധാബയിലാണ്. ഒരു 3/4 കിലോമീറ്റർ നടക്കണം. ടൗണിൻ്റെ ഉള്ളിലൊക്കെ നടക്കാൻ സ്ഥലമില്ല എന്നുള്ള രീതിയിലാണ് എന്താ പറയുക വണ്ടികൾ. ഈ ഇതിൽ ഒന്നിനും സ്ഥലമില്ല. ഒരു ലൈൻ എന്നുള്ളത് 2-3 ലൈനായിട്ടൊക്കെയാണ് ആൾക്കാർ നടക്കുന്നത്. അപ്പോൾ എന്തായാലും വണ്ടി ഇല്ലാണ്ട് നടക്കാൻ പറ്റില്ല, വണ്ടി ഇല്ലാണ്ട് യാത്ര ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലാണ്. ഒരേ ലൈൻ തന്നെ 2 ലൈനും 3 ലൈനും ആക്കിയിട്ടാണ് വണ്ടികൾ. അപ്പോൾ നടക്കാൻ ഫുട്പാത്തില്ല. അത്യാവശ്യത്തിൽ കൂടുതൽ ചളി ഉണ്ട്. ഓടകൾ നിറഞ്ഞൊഴുകണു. പ്ലാസ്റ്റിക്കുകൾ യാതൊരു നാണമില്ലാണ്ട് ആൾക്കാർ റോഡിലേക്ക് വലിച്ചെറിയണു. ഈ പ്ലാസ്റ്റിക് കൂടിയിട്ട് കുമിഞ്ഞു കൂടി അത് ക്ലീൻ ചെയ്യാൻ ആരുമില്ല. ഒക്കെ കൂടി വൃത്തികെട്ട ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ ഋഷികേശ്.
അത് ഇവിടെയുള്ള പോലീസുകാർ നോക്കാത്തതാണോ അതോ അധികാരികൾ അത് നോക്കാത്തതാണോ എന്നറിയില്ല. എന്തായാലും പ്രത്യേകിച്ച് ആർക്കും വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും തോന്നുന്നില്ല. സിറ്റിയുടെ അടുത്തെത്തിയപ്പോഴേക്കും ഈ പറഞ്ഞ 2 മണിക്കൂറോളം ക്യൂ നിന്നിട്ട് ഇവിടെ എത്തിയപ്പോഴാണ് പോലീസുകാർ ടൗണിൻ്റെ ഉള്ളിൽ കുറച്ച് അങ്ങോട്ട് പോടാ ഇങ്ങോട്ട് പോടാ എന്ന് പറഞ്ഞിട്ട് കുറേ ബാരിക്കേഡൊക്കെ വെച്ചിട്ട് ചെയ്യുന്നത്. അല്ലാണ്ട് ഇതിന് മുമ്പായിട്ട് എന്തെങ്കിലും ചെയ്യാനോ, കാരണം ഇടയിൽ ഒരു സ്ഥലത്ത് ഹരിദ്വാർ, ഡൽഹി ആ ഭാഗത്തേക്ക് പോകാനായിട്ടുള്ളവർക്ക് വേണമെങ്കിൽ വഴി തിരിഞ്ഞ് പോകാനായിട്ടുള്ളൊരു വഴി ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒരു പോലീസ് നിന്നിട്ട് ഋഷികേശിലേക്ക് മാത്രമുള്ളവർക്ക് ഇങ്ങോട്ട് പോന്നാൽ മതി എന്നുള്ളത് പറയുകയെ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഡ്രൈവർ പറയുന്നുണ്ട് ഇവർക്ക് ഈ ഫൈൻ മേടിക്കാൻ മാത്രമേ ഇതുള്ളൂ, അല്ലാണ്ട് ഈ ട്രാഫിക് നന്നാക്കാനോ ഒന്നും ഒരു ഇതില്ല. അധികാരികൾക്കും പ്രത്യേകിച്ച് ഒരു ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കിട്ടണത്തോളം കാശ് കിട്ടട്ടെ എന്നുള്ളൊരിതാണ്. പണ്ട് യു പിയിൽ പോയപ്പോഴൊരു അരഗൻസ് ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ വരുമ്പോൾ ആൾക്കാർക്ക് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പണ്ട് ഒരു 4-5 കൊല്ലം മുമ്പേ ഒരു യു പിയും ഉത്തരാഖണ്ഡും വന്നിരുന്നു, വൃന്ദാവൻ മധുര എന്നൊക്കെ പറഞ്ഞാൽ. ആ വൃന്ദാവൻ മധുരയിലുള്ള ആൾക്കാരുടെ ഒരു അഹങ്കാരവും പുച്ഛവും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെയും വന്നു തുടങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഹോട്ടലിൽ കയറുമ്പോൾ ഒരു ഗസ്റ്റ് വരുമ്പോൾ ഒന്ന് ഒരു സ്മൈല് അല്ലെങ്കിൽ ഒരു ഹലോ എന്ന് പറയുക, ഒന്നുമില്ല ഐ ഡി കാർഡാടെ എന്നുള്ള രീതിയിൽ ഒരു ചീത്ത പറയുന്ന രീതിയിൽ എന്തിനെങ്കിലും കെട്ടിക്കളിച്ച് വന്നത് എന്ന രീതിയിലുള്ളൊരു മുഖഭാവമാണ് അവർക്കൊക്കെ. ഈ നമ്മൾ കാരണമാണ് ഞാൻ കേമനാന്നല്ല, പക്ഷേ ഇങ്ങനത്തെ ഗസ്റ്റുകൾ വരുന്നതുകൊണ്ടാണ് ഇവർക്ക് ബിസിനസ് ഉള്ളതെന്നോ അതിനൊരു താങ്ക് യു എന്നുള്ള രീതിയിലോ ഒന്നുമില്ല. ഐ ഡി കാർഡ് ഒരു ഗവൺമെൻറ് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാലുള്ളൊരു അരഗൻസാണ് ഇവരെ കാണുന്നത്. ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് വഴിയിലേക്ക് വലിച്ചെറിയാനുള്ള നാണക്കേട് ഒന്നുമില്ല. അത് ക്ലീൻ ചെയ്യാനായിട്ട് എത്രയോ കാലമായിട്ട് ഈ ഓടകൾ നിറഞ്ഞൊഴുകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും അതിനൊന്നും ഒരാൾക്കൊരു ഇതില്ല. ടൗൺ വൃത്തികെട്ടൊരു ടൗണാണ്. പറ്റുമെങ്കിൽ ഇനി അങ്ങോട്ട് പോകാൻ പറ്റാതിരിക്കട്ടെ എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും അറിയില്ല, പക്ഷേ ഋഷികേശിൽ മാത്രം സംഭവിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഋഷികേശിലേക്കും ഋഷികേശിലൂടെ പോയിട്ടേ കാര്യമുള്ളൂ എന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ വരേണ്ടി വരും, അറിയില്ല. പക്ഷേ എന്തായാലും മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇന്നലെ രാത്രി കിടന്നുറങ്ങി. ഇന്ന് രാവിലെ ഒരു 7:30 എണീറ്റു. ഇന്നലെ എനിക്ക് ചെറിയൊരു പനിയും തുടങ്ങി. കാരണം ഈ വഴി നീളെ അത്യാവശ്യം പൊടിയുണ്ട്. അധികം പിന്നെ എ സി ഇട്ടില്ല. ഇനി എ സി ഇട്ടിട്ട് കൊളാവണ്ടാച്ചിട്ട് എ സി ഇട്ടിരുന്നില്ല. അപ്പോൾ ഈ പൊടിയൊക്കെ വലിച്ചു കയറ്റിയിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ല ജലദോഷം തുടങ്ങി, ചെറിയൊരു പനിയും തുടങ്ങി. അപ്പോൾ എന്തായാലും രാത്രി ഒരു കാൽപോൾ കഴിച്ച് കിടന്നുറങ്ങി. ഇന്ന് രാവിലെ പിന്നെ ഒരു 7 മണി ഞാൻ നീട്ടു, ഒരു 3:30 നീട്ടിരുന്നു. പക്ഷേ പിന്നെ കിടക്കാൻ നീട്ടിട്ട് കാര്യമില്ലല്ലോ എന്നുള്ളതുകൊണ്ട് പിന്നെ കിടന്നുറങ്ങി. 5:30 നീട്ടു, പിന്നെ 7 വരെ കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് രാവിലെ ഒരു 8 മണിയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു 7 മണിക്ക് ഇവിടെ ഇവരുടെ കിച്ചണിലേക്ക് വിളിച്ചപ്പോൾ 8 മണി കഴിഞ്ഞാൽ കിച്ചൺ തുറക്കുള്ളൂ എന്നാണ് ഇവരുടെ നിയമം. എന്തായാലും ഇനി ഫുഡ് കഴിക്കാൻ വെച്ചിട്ട് ഞങ്ങൾ പുറത്ത് പോകാൻ നോക്കി. അപ്പോൾ നോക്കുമ്പോൾ ഇവിടുത്തെ ഗീസർ വർക്ക് ചെയ്യുന്നില്ല. എ സി കുറേ നേരമായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ആകെപ്പാടെ ഒരു ഇതുമില്ലാത്തൊരു ഹോട്ടലാണ്. ഹോട്ടലിൻ്റെ പേര് വീണ്ടും പറയാം, നിങ്ങൾ ബുക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ദ മൗണ്ടൻ വ്യൂ എന്നുള്ളതാണ്. അത് ബാലക്നാഥ് റോഡ് എന്നുള്ള റോഡിലുള്ള ഹോട്ടലാണ്. അപ്പോൾ പറ്റുമെങ്കിൽ അവിടെ പോകാതിരിക്കുക. എന്തായാലും രാവിലെ ഇനി 8 മണിക്ക് പുറത്തിറങ്ങി. കടകളൊന്നും തുറന്നിട്ടില്ല. കൽക്കട്ടയിൽ കണ്ട പോലെ കൽക്കട്ടയിൽ ഇതേപോലെ തന്നെയായിരുന്നു. രാവിലെ 9 മണി 10 മണിക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ ഉറങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഒരു കടയും തുറന്നിട്ടുണ്ടാവില്ല. മടിയന്മാരുടെ കൂമ്പാരമാണ് അവിടെ. അതേപോലെ ഇത് തന്നെയാണ് ഇവിടെയും കണ്ടത്. പക്ഷേ എനിക്ക് തോന്നി ഇത് രാത്രി 1 മണി 2 മണി വരെ ഈ എന്താ പറയുക അഡ്വഞ്ചർ ആൾക്കാർ വന്നിട്ടും പബ്ബുകൾ ആയിട്ട് കണ്ടില്ല. പക്ഷേ ആ ഒരു കൾച്ചറിലേക്കാണ് എല്ലാവരും നിൽക്കുന്നത്. രാത്രി 1 മണി 2 മണി വരെ കറങ്ങി നടക്കുക. കൂടുതലും അങ്ങനത്തെ ആൾക്കാരാണ്, ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരാണ്, ത്രിൽ സീക്കിങ് അഡ്വഞ്ചർ സീക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും. അല്ലാണ്ട് ഋഷികേശിന് ഈ ഭാഗത്ത് അറ്റ്ലീസ്റ്റ് ഒരു സ്പിരിച്വൽ ഒരു ഇത് കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും രാവിലെ 8 മണിക്ക് പിന്നെ തപ്പി നടന്നപ്പോൾ 1-2 ഹോട്ടലുകൾ തുറന്നിട്ടുണ്ട്. അതിൽ ദോശ കിട്ടി. അപ്പോൾ ദോശ കിട്ടണേ അച്ഛനമ്മ ഒന്ന് വെറുതെ ഈ ട്രാഫിക് കൂടെ നടത്താൻ വെച്ചിട്ട് ഞാൻ ഒരിത്തിരി ഇതുള്ള സ്ഥലത്ത് അവിടെ ഇരുത്തി. എന്നിട്ട് ഞാൻ പോയി നോക്കി, 1-2 ഹോട്ടലുകൾ കണ്ടു ദോശ കിട്ടണത്. എന്നിട്ട് പിന്നെ അവരെ വിളിച്ച് പോയി അവിടെ ദോശ കഴിച്ച് തിരിച്ചു വന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് നോക്കുമ്പോൾ ഒന്നുമില്ല, ഒക്കെ അകലെ തന്നെയാണ്. നടന്നു പോയി കഴിഞ്ഞാൽ 52 മിനിറ്റും 67 മിനിറ്റൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും പോകണ്ട. എന്നാൽ നീ ഓട്ടോ പിടിച്ച് പോകാൻ നോക്കുമ്പോൾ ഈ വഴിക്കൊന്നും ഓട്ടോ വിടുന്നില്ല. അല്ലെങ്കിൽ തിരക്കാണ്. അതിൻ്റെ ഇടയിൽ ഓട്ടോ കൂടി കയറിയിട്ട് തിരക്കാവേണ്ടിച്ചിട്ടാണ് തോന്നുന്നത്. കൂടുതലും വണ്ടികൾ മുഴുവൻ അഡ്വഞ്ചർ, ഈ ജീപ്പിൻ്റെ മുകളിൽ മറ്റേ റിവർ റാഫ്റ്റിങ്ങിൻ്റെ സാധനങ്ങൾ കെട്ടിവലിച്ച് ഓടിക്കുന്ന ആൾക്കാരാണ് ഈ ഭാഗത്ത് മുഴുവനും ഉള്ളത്. വേറെ ആർക്കും അധികം വഴിയില്ല. ഹോൺ അടിക്കാനൊന്നും ഒരു മടിയില്ല. എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഹോണടി. ഒരു എത്തിക്സ് എന്നുള്ള സാധനം ഇല്ല ഇവിടെ ഉള്ളവർക്ക്. ഇനി ഇവിടെ ഉള്ളവർ മാത്രമാണോ അറിയില്ല. പുറത്തുനിന്ന് ഈ അടുത്തുള്ള ഡൽഹി, ഹരിയാന, പഞ്ചാബ് ഈ സ്റ്റേറ്റിൽ നിന്നുള്ള വണ്ടികളാണ് ഞാനിവിടെ കാണുന്നത്. ഒന്നിനും ഒരു ഇതുമില്ല. ഹോൺ അടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് ഒരു വെറുപ്പിക്കുന്ന രീതിയിലുള്ള ഹോണടിയാണ്. അപ്പോൾ മൊത്തത്തിൽ ഋഷികേശ് എന്നുള്ള ഈ ഒരു സ്ഥലത്തിനെ ഞാൻ വെറുത്തു കഴിഞ്ഞു ഇപ്പോൾ തന്നെ.
അതാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. എന്തായാലും അത് കഴിഞ്ഞ് ഏറ്റവും അടുത്തുള്ള ശിവാനന്ദാശ്രമമാണ്. അവിടേക്ക് പോകാൻ നോക്കി. അവിടേക്ക് പോകാൻ നോക്കുമ്പോൾ നടക്കാൻ സ്ഥലമില്ല ഈ പറഞ്ഞ പോലെ. എന്നാൽ അച്ഛനും അമ്മയും ഹോട്ടലിൻ്റെ അടുത്ത് ഒരു സ്ഥലത്ത് നിർത്തി. ഞാനൊന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു 1 കിലോമീറ്റർ അപ്പുറത്ത് ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. 1.5 കിലോമീറ്റർ ഉള്ളൂ ശിവാനന്ദാശ്രമത്തിലേക്ക്. 1 കിലോമീറ്റർ അപ്പുറത്ത് ഓട്ടോ ഉണ്ട്. ഈ ഓട്ടോ പിടിച്ച് ഇങ്ങോട്ട് വന്ന് എന്നിട്ട് ശിവാനന്ദാശ്രമത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോയി. ഒരാൾക്കും ഒരു ഇതുമില്ല. എന്തിനാ ഓട്ടോ, നിങ്ങൾക്ക് നടന്നു നോക്കൂടെ? പറഞ്ഞു പ്രായമുള്ള ആൾക്കാരാണ് നടക്കാം. എന്നാൽ പോകണ്ട, അത്രയേ ഉള്ളൂ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അത് ഞാൻ അവിടെ പോലീസിനോട് ചോദിച്ചു, നിങ്ങളാണല്ലോ ഈ ട്രാഫിക് ഇങ്ങനെ കൺട്രോൾ ചെയ്യണത്, ഇങ്ങനെ ഒരാവശ്യമുണ്ട്, ഞങ്ങൾക്ക് ഈ ഒരു സ്ഥലത്തേക്ക് പോകണം, എന്ത് ചെയ്യും, നിങ്ങൾ ഓട്ടോ വിടുന്നില്ല, ഇവരെങ്ങനെ പോകുന്ന വിചാരണേ, ബസ് വരെ പോയിക്കൂടെ? ഇതാണ് ഇവരുടെ ആറ്റിറ്റ്യൂഡ്. നീ വേണമെങ്കിൽ ചെയ്താൽ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഇവർക്ക് മുഴുവനുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ പിന്നെ തിരിച്ച് അപ്ലിക്കേഷൻ വിളിച്ചു, പോകണ്ട എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. ഇത്ര നേരമൊന്നും ഇവിടെ നിൽക്കാൻ വയ്യ. ഞാൻ തിരിച്ച് വന്നിട്ട് പറഞ്ഞു ഓട്ടോ ഒന്നും വിടുന്നില്ല, ഞങ്ങളുടെ ബുദ്ധിമുട്ടാണ് കിട്ടാൻ. വേണ്ടാച്ചു. ഞങ്ങൾ ഹോട്ടലിൻ്റെ റിസപ്ഷനിലിരുന്നു. ഈ ഹോട്ടലിന് അപ്പോൾ 10 മണിക്കാണ് ചെക്കൗട്ട്. അപ്പോൾ 10 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ശിവാനന്ദാശ്രമത്തിലേക്ക് പോകാനുള്ളൊരു പ്ലാൻ ഇട്ടത്. ഇപ്പോൾ റിസപ്ഷനിലിരുന്നു. ഒരു 12 മണിയായപ്പോൾ പുറത്ത് പോയി ഒരു രണ്ട് വെജ് പുലാവ് പാഴ്സൽ മേടിച്ചു. എന്നിട്ട് അപ്പോൾ ഒരു 1 മണിയാകുമ്പോഴേക്കും നമ്മുടെ മിശ്രാജി വന്നു, ഞങ്ങളെ കൊണ്ടുവന്നു. നേരെ എയർപോർട്ടിലെത്തിയപ്പോൾ ചെക്ക് ഇൻ ചെയ്തു. 5:30 തന്നെ ഫ്ലൈറ്റ് എടുത്തു. 8:45 എത്തേണ്ട ഫ്ലൈറ്റ് ഏതാണ്ട് 8:30 തന്നെ ബാംഗ്ലൂർ ലാൻഡ് ചെയ്തു. അവിടുന്ന് അപ്പോൾ ഞാൻ ഋഷികേശിൽ നിന്ന് പോയതിന് മുമ്പ് തന്നെ വിനായക ടാക്സി എന്നുള്ള ആ ഒരു ആളുണ്ട്, അയാളെ ഞാൻ വിളിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു ഉണ്ട്, ടാക്സി വരാം, 8:45 നിങ്ങളെ പിക്കപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. അയാളുടെ നമ്പർ അയച്ചു തന്നിരുന്നു. ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോഴേക്കും അയാളുടെ നമ്പർ എനിക്ക് കിട്ടി. ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്ത ആൾ തന്നെയാണ് അങ്ങോട്ടും കിട്ടിയത്. അപ്പോൾ അയാളെ വിളിച്ചു. അയാളപ്പോൾ ഇതിൻ്റെ T2ൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വരാമെന്ന് പറഞ്ഞു. നേരെ വന്നു. അവിടുന്ന് ഏതാണ്ട് 9 മണിക്ക് അവിടുന്ന് കാറിൽ കയറി 11 മണിയായപ്പോഴേക്കും ഇവിടെ എത്തി. വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. മഞ്ജുവിന് സരസ്വതി നദിയുടെ വെള്ളവും അളകനന്ദിയിലത്തെ വെള്ളവും ഒക്കെ കൊടുത്തു, കുട്ടികൾക്കും കൊടുത്തു. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ ഒരു വളരെ നല്ല ഒരു യാത്രയായി. അവസാനത്തെ ദിവസത്തെ ഈ ഋഷികേശ് ഞാൻ ബഫർ ഇട്ടതാണ്. എന്തെങ്കിലും കാരണം വെച്ചാൽ ബദ്രി തൊഴാൻ പറ്റിയില്ല, കുറച്ച് വൈകി, ലാൻഡ് സ്ലൈഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ദിവസം കൂടി വൈകിക്കോട്ടെ, അല്ലെങ്കിൽ ബഫർ ആയിക്കോട്ടെ വെച്ചിട്ട് വെച്ചതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തായാലും ഒരു സേഫ്റ്റി എന്നുള്ള രീതിയിൽ വെച്ചതിന് എനിക്ക് സങ്കടം തോന്നുന്നില്ല. അബദ്ധമാവാണ്ടിരിക്കണേക്കാൾ നല്ലതാണല്ലോ ഇങ്ങനെയുള്ളൊരു ദിവസം എക്സ്ട്രാ ഇരിക്കുക എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഒരു ഗുണമുണ്ടായത് അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഋഷികേശിലേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹം ഇതോടുകൂടി ഇല്ലാണ്ടായി. എനിക്കും അത്യാവശ്യം ഇല്ലാണ്ടായി എന്നുള്ള അവസ്ഥ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു 3-4 ദിവസത്തെ ബദരി യാത്ര ഗംഭീര യാത്രയായി. എനിക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു യാത്രയായിരുന്നു. വയ്യായുണ്ട്, കുറച്ച് ചെറിയൊരു ജലദോഷമുണ്ട്. അപ്പോൾ എന്നാലും സാരമില്ല, എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു, എല്ലാം നടന്നു. അതിന് ബദരി വിശാലിൻ്റെ അനുഗ്രഹം, റാവൽജിയുടെ അനുഗ്രഹം, കല്ലൂർദേവരുടെ അനുഗ്രഹം, അതന്നെ പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. ഒക്കെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രം ഇവിടെ എത്തിയതാണ്. അപ്പോൾ എന്തായാലും ജയ് ബദരി വിശാൽ.